അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മഹാനായ സഹാബി സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു വരികയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, മഹാനായ സഹാബി സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ മുത്തകിഉൻ ഫിൽ മസ്ജിദ്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ അല്ലെങ്കിൽ പള്ളിയിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയായിരുന്നു. അലാ ബുർദിൻ ലഹു അഹ്മർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചുവന്ന ഒരു വസ്ത്രം ധരിച്ചിട്ടാണുള്ളത്. ഫഖുൽതു ലഹു, സഫ്വാൻ ഇബ്നു അസ്സാൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നി ജിഅ്തു അത്ലുബുൽ ഇൽം, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നത് മതവിജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. ഫഖാല മർഹബൻ ബിതാലിബിൽ ഇൽം. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലയോ മതവിദ്യാർത്ഥി, നിനക്ക് സ്വാഗതം. ഈ സ്വാഗത വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാഗതം അരുളിയ ആളുകളാണ് താലിബുൽ ഇൽം അല്ലെങ്കിൽ മതവിദ്യാർത്ഥികൾ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിപ്പിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവെ കുറിച്ച് അറിയിച്ചു തരാനും നിയോഗിച്ച ആളുകളാണ് അംബിയാക്കളും മുർസലീങ്ങളും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടി ഇനിയൊരു നബി വരാനില്ല. എന്നാൽ അവരുടെ ദൗത്യം എന്നുള്ള ആ ദഅവത്തും മറ്റും പ്രചരിപ്പിക്കാൻ ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിശ്ചയിച്ചു. ആരാണവർ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ ഉലമാഅ ഹും വറസത്തുൽ അംബിയാ. തീർച്ചയായും പണ്ഡിതന്മാർ എന്നുള്ളത് ഹും വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ അനന്തരമെടുത്ത ആളുകളാണ്. വ ഇന്നൽ അംബിയാ ലം യുവറിസു ദീനാറൻ വലാ ദിർഹമ. തീർച്ചയായും അംബിയാക്കൾ ഇവിടെ വിട്ടേച്ചു പോയത് ദിർഹമോ ദീനാറോ അല്ല, സമ്പത്തല്ല, മറിച്ച് ഇന്നമാ വറസു അൽ ഇൽം. അംബിയാക്കന്മാർ ഇവിടെ വിട്ടേച്ചു പോയത് അത് ഇൽമാണ്, അറിവാണ്. അതിനാൽ ഒരുവൻ അള്ളാഹുലേക്ക് ക്ഷണിക്കാനും അവന്റെ ദീനിലേക്ക് ക്ഷണിക്കാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഇൽമ് പഠിച്ചുകൊള്ളട്ടെ. ഒരുവൻ ആഗ്രഹിക്കുന്നത്, ഒരുവൻ ആശിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്ക് എനിക്ക് ആളുകളെ ക്ഷണിക്കണമെന്നാണെങ്കിൽ അവൻ ഇൽമ് പഠിക്കട്ടെ. എന്താണ് സഹോദരങ്ങളെ ഇൽമിന്റെ ശ്രേഷ്ഠത? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഅ്മിനീങ്ങളിൽ അല്ലാഹു അറിവുള്ള ആളുകളെ അവർക്ക് പല ദറജകളും ഉയർത്തിക്കൊടുത്തു എന്ന് അല്ലാഹു പറയുകയാണ്. അപ്പോൾ അറിവ് പഠിച്ച ആളുകളുടെ ശ്രേഷ്ഠതയാണിത്. അതുപോലെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇൽമ് പഠിപ്പിക്കുന്നത് ഇല്ലാതാവുക എന്നുള്ളതും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീൻ അത് പഠിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ട കാര്യമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ അയ്യു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യം അവന് തോന്നി, അവന്റെ ബുദ്ധിക്ക് യോജിച്ച കാര്യങ്ങൾ അവന് തോന്നിയ രീതിയിൽ അവൻ പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ് വയക്സുറുൽ ജഹൽ, അജ്ഞത അത് വ്യാപിക്കുമെന്നുള്ളത്. സഹോദരങ്ങളെ, ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്?
യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. എത്ര ആളുകളുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൗത്യം അഥവാ ഈ ദീൻ പഠിപ്പിക്കുക എന്നുള്ളതും പഠിക്കുക എന്നുള്ളതും എത്ര ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന് സ്വന്തത്തോട് തന്നെ ചോദിച്ചു നോക്കുക. വളരെ വിരളം ആളുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ ദീൻ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലുള്ള കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളുമാണ് കാണാൻ സാധിക്കുക. എവിടെയാണ് യഥാർത്ഥ ദീൻ പഠിപ്പിക്കപ്പെടുന്നത്? ഉദാഹരണത്തിന് ഈ നാട് തന്നെ ദീൻ യഥാവണ്ണം പഠിപ്പിക്കുന്നത്. ചില നാടുകളിലൊന്നും ദീൻ പഠിപ്പിക്കുന്ന അവസ്ഥ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വൃഥാ കേട്ട് പോകേണ്ടതല്ല കാര്യമാണ്. ചില ആളുകളുടെ വിചാരം എന്നുള്ളത് കുറച്ച് മൗലവിമാർക്ക് മാത്രം പഠിക്കാനുള്ളതാണ് അള്ളാഹുവിന്റെ ദീൻ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമീങ്ങളുടെ മേലും ബാധ്യതയായ കാര്യമാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. അഥവാ അവനാന്റെ ദൈനംദിന ജീവിതത്തിലുള്ള അമലുകൾ, അതിനെക്കുറിച്ച്, ഉദാഹരണത്തിന് നിസ്കാരം, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. നിർബന്ധമായിട്ടുള്ളത് ഓരോ ആളുകൾക്കും നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാത്തിഹ പാരായണം എത്ര പേർക്ക് അതിന്റെ തജ്വീദോട് കൂടി പാരായണം ചെയ്യാൻ അറിയാം? സഹോദരങ്ങളെ, ഒരു ഹർഫ് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് എല്ലാം ഉച്ചരിക്കുന്നതെങ്കിൽ അതിനർത്ഥം മാറുമെങ്കിൽ അത് വലിയ തെറ്റായിട്ടാണ് പണ്ഡിതന്മാർ കണ്ടത്. ഉദാഹരണത്തിന് കൽബും കെൽബും എടുത്തു നോക്കാം. എന്താണ് കൽബ് എന്ന് പറഞ്ഞാൽ? കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. കെൽബ് എന്ന് പറഞ്ഞാൽ നായക്കാണ് പറയുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ പിഴവുകൾ വരുന്നുണ്ട് എങ്കിൽ അത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മഖാരിജുകൾ പഠിക്കുക എന്നുള്ളത് നമ്മൾ സ്വന്തത്തോട് തന്നെ ചോദിക്കുക. സഹോദരങ്ങളെ, എന്താണ് നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീൻ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് പല അനുഗ്രഹങ്ങളും തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ പഠിക്കാൻ വേണ്ടി ദിവസത്തിൽ നമ്മൾ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട് എന്ന് സ്വന്തത്തോട് ഓരോരുത്തരും ചോദിക്കുക. ആരെയും കുറ്റപ്പെടുത്താനല്ല, സ്വന്തത്തോട് തന്നെ ചോദിക്കുക. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളത്. അത് മാത്രമാണോ? അള്ളാഹു നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിന്റെ അടയാളമാണ് നിനക്ക് ദീനിൽ അള്ളാഹു പഠിക്കാൻ അവസരം നൽകാതിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കാണോ അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്നത്, നന്മ ഉദ്ദേശിക്കുന്നത്, യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹുവിന്റെ ദീനിൽ അവന് അവഗാഹം നൽകും. നിനക്ക് സമ്പത്ത് നൽകുമെന്നാണോ പറഞ്ഞത്? അള്ളാഹു നിനക്ക് ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് സമ്പത്ത് നൽകുമെന്നാണോ പറഞ്ഞത്? ദുനിയാവ് നൽകുമെന്നാണോ പറഞ്ഞത്? അല്ല, അള്ളാഹുവിന്റെ ദീനിൽ നിനക്ക് അവഗാഹം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ ദീൻ പഠിച്ചാലുള്ള ശ്രേഷ്ഠതയാണിത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുക. നിസ്കാരം നമ്മൾ അത് വെറുതെ ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ എന്താണ് നിസ്കാരത്തിന്റെ അവസ്ഥ? അതൊന്നും അറിയില്ല എങ്കിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. മാത്രമാണോ? അള്ളാഹു ഒന്നാമതായി നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വിചാരണ ചെയ്യുന്ന അമൽ അത് നിസ്കാരമാണ്. അതിനെപ്പറ്റി പോലും, പ്രാഥമികമായ അറിവിനെ പറ്റി പോലും അറിവില്ല എങ്കിൽ നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ടതുണ്ട്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ. നമ്മുടെ യഥാർത്ഥ ജീവിതം എന്നുള്ളത് അത് ദുനിയാവിലെ ജീവിതമല്ല. ദുനിയാവ് പരീക്ഷണമാണ്. ഇനി വരാനുള്ളതാണ് യഥാർത്ഥ ജീവിതം. അവിടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അള്ളാഹുവോട് ഒരടിമയും അതുപോലെ തന്നെ അള്ളാഹുവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ. അവനും അള്ളാഹുവിന്റെ ഇടയിലും ഒരു പരിഭാഷകനും ഇല്ലാതെ യഥാർത്ഥത്തിൽ മുഖത്തോട് മുഖം നോക്കി തമാശക്ക് പോലും കളവ് പറയാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതിനാൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും പറയട്ടെ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക.
അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ഈ ദീൻ അത് കരസ്ഥമാക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഹദീസ് സഫ്വാൻ ഇബ്നു അസ്സാൽ അദ്ദേഹം പോയി പറയുന്നത്, റസൂലെ, ഞാൻ ദീൻ പഠിക്കാനാണ് വന്നത് എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഹാബിമാർ വന്നിരുന്നത് ദീൻ പഠിക്കാൻ വേണ്ടിയാണ്. പല ചോദ്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും. സഹോദരങ്ങളെ, ദീനിന്റെ അറിവിന്റെ മജ്ലിസിനുള്ള ശ്രേഷ്ഠത അത് പറഞ്ഞാൽ തീരാത്തതാണ്. ഈ ഹദീസിന്റെ ബാക്കി വന്നതായി കാണാം, ഇന്നൽ മലായിക ലതളഉ അജ്നിഹതിഹാ, തീർച്ചയായും മലായികത്തുകൾ ലതളഉ അജ്നിഹതഹാ, അവർ മലായികത്തുകൾ അവർ അവരുടെ ചിറകുകൾ അത് താഴ്ത്തിക്കൊടുക്കും. ലി താലിബിൽ ഇൽം, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി വന്ന മതവിദ്യാർത്ഥികൾക്ക് അള്ളാഹുവിന്റെ മലായികത്തുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. റിളൻ ബിമാ യസ്ന, അവർ പ്രവർത്തിക്കുന്ന കാര്യത്തിനെ പറ്റി തൃപ്തിയുള്ളത് കൊണ്ട് മലായികത്തുകൾ എന്ത് ചെയ്യും? അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാണ് സഹോദരങ്ങളെ മലായികത്തുകൾ? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരു ഹർഫ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാതെ അള്ളാഹു ഏതൊരു കാര്യമാണോ അവരോട് കൽപ്പിക്കുന്നത് അത് അതേപടി ചെയ്യുന്ന മലായികത്തുകൾ ഇതാ ഇതുപോലെയുള്ള ദീനിന്റെ സദസ്സുകളിൽ അവർ അവരുടെ ചിറകുകൾ താഴ്ത്തുകയാണ്. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, താലിബുൽ ഇൽമിനോട് കരുണ കാണിക്കുക അല്ലെങ്കിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളത് അത് ഈ ഹദീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. കാരണം എന്താണ്? മലായികത്തുകൾ അവരോട് ഏറ്റവും താഴ്ന്ന രീതിയിലാണ് പെരുമാറുന്നത്, അല്ലേ? ചില ആളുകളൊക്കെ കാണാം, ദീൻ പഠിക്കുന്നയാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛഭാവമായിരിക്കും അവർക്ക്. ദീൻ പഠിക്കുന്ന ഒരു മൊയിലാറുട്ടി അല്ലെങ്കിൽ മൗലവി, പള്ളിയിൽ ഒതുങ്ങിക്കൂടുന്നവൻ. സഹോദരങ്ങളെ, ഇതിനുള്ള ശ്രേഷ്ഠത അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിമാരെ ദീൻ പഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നല്ല വൈജ്ഞാനിക ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിൽ, സഹാബിമാരും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഒരു മജ്ലിസിൽ അവിടുന്ന് പറഞ്ഞു, ഇന്ന ഫി ശജരി ശജറ, തീർച്ചയായും മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ യസ്ഖുതു വറഖുഹാ ഫഹിയ മസലുൽ മുസ്ലിം, അതിന്റെ ഇലകൾ അത് പൊഴിയുകയില്ല, അഥവാ അതിന്റെ ഇലകൾ അത് അങ്ങനെ തന്നെ ഉണ്ടാകും. ഫഹിയ മസലുൽ മുസ്ലിം, ആ മരത്തിന്റെ ഉദാഹരണം ഒരു മുസ്ലിമിനുള്ള ഉദാഹരണം പോലെയാണ്. തുഹദ്ദിസൂനി മാഹി, സഹാബിമാരെ നിങ്ങൾ പറഞ്ഞു തന്നാലും ഏതാണ് ആ മരമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അപ്പോൾ മഹാനായ സഹാബി അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന് അവിടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഈ മരം അത് ഈന്തപ്പന മരമാണെന്ന്. പല സഹാബിമാരും പല ഉത്തരങ്ങളും പറയുന്നുണ്ട്, പക്ഷേ അബ്ദുല്ലാഹ് ബിൻ ഉമർ അവിടുന്ന് പറഞ്ഞില്ല. കാരണം എന്താണ്? അദ്ദേഹം ചെറിയ സഹാബിയായിരുന്നു. പല വലിയ സ്വഹാബിമാരും ഉണ്ടാകുമ്പോൾ ചെറിയ ഞാൻ എങ്ങനെ ഉത്തരം പറയുമെന്നുള്ള മഹത്തായ ഒരു അദബാണ് അവിടെ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അവിടുന്ന് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. എല്ലാത്തിനും കയറി ഉത്തരം കൊടുക്കുക എന്നുള്ളത് അതൊരിക്കലും ശരിയായ കാര്യമല്ല, പ്രത്യേകിച്ച് നമ്മളെക്കാൾ അറിവുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ. അവിടുന്ന് ഈ സഹാബി കാണിച്ച മര്യാദ നോക്കൂ. പല വലിയ സഹാബിമാർ ഉണ്ടായിരിക്കെ അവിടുന്ന് ഈ ഉത്തരം പറയുന്നില്ല. അവർ ഉണ്ടായിരിക്കെ എങ്ങനെ ഞാൻ ഉത്തരം പറയുമെന്ന്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവിടുന്ന് ഉത്തരം പറഞ്ഞു, ഹിയ നഖ്ല, അതെന്താണ്? ഈന്തപ്പന മരമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ദീൻ പഠിക്കാനും മറ്റും പ്രോത്സാഹനം നൽകാറുണ്ട്. അതുപോലെ തന്നെ മഹാനായ സ്വഹാബി ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ അബൽ മുൻദിർ അതദ്രി അയ്യ ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅ്വം, അല്ലയോ അബുൽ മുൻദിർ, അദ്ദേഹത്തിന്റെ കുനിയത്താണ്. ഉബൈ ഇബ്നു കഅബിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും മഹത്തായ സൂറത്ത് ഏതാണ്?
അവിടുന്ന് പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അങ്ങേക്കുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല നിങ്ങൾ പറയൂ. അതും അവിടുത്തെ അദബാണ്. നമ്മുടെ ഉസ്താദുമാർ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അറിയാമെങ്കിലും ചില വേളകളിൽ ഉത്തരം പറയാതിരിക്കുക എന്നുള്ളത് ഖൈറാണ്. കാരണം എന്താണ്? ഓരോ ഉസ്താദുമാരുടെ അടുക്കലിൽ നിന്നും ഉത്തരം ലഭിക്കുമ്പോൾ വ്യത്യസ്ത ഉപകാരങ്ങളും ഫായിദകളുമായിരിക്കും ലഭിക്കുക. ചില വേളകളിൽ ഉത്തരം അറിയാമെങ്കിലും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ മറ്റു പല ഫായിദകളും ലഭിക്കും. അതും ഈ ഹദീസിൽ കിട്ടുന്ന ഒരു പാഠമാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചപ്പോൾ അവിടുന്ന് ഉത്തരം പറഞ്ഞു ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഏറ്റവും മഹത്തായ സൂറത്ത് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് ഉത്തരം കൊടുത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, നിന്റെ അറിവ് നിനക്ക് ഉപകാരപ്പെടുന്നതാണ്. അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. ദീൻ പഠിക്കാൻ വേണ്ടി അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ദീൻ പഠിക്കാനും ദീൻ പഠിക്കുന്ന വഴി അല്ലെങ്കിൽ ദീൻ പഠിക്കാൻ വേണ്ടി പോവുക എന്നുള്ളത് അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്നah ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് പറയുകയാണ്, ആരാണോ അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിക്കുന്നത് അവൻ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. സഹോദരങ്ങളെ, നമ്മൾ പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദുനിയാവിലെ വല്ല കാര്യങ്ങളും ലഭിക്കാനാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ, അള്ളാഹു നമ്മളെ എല്ലാവരും സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നാളെ പ്രവേശിക്കാനാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത് മുഴുവനും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരാണോ അറിവന്വേഷിച്ചു കൊണ്ട് ഒരു വഴിയിൽ പ്രവേശിക്കുന്നത് എന്താണ് അതിനുള്ള പ്രതിഫലം? സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്നah. അത് മുഖേന അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അറബി ഭാഷ പഠിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ലമസ എന്നുള്ള പ്രയോഗം പൊതുവെ അന്ധന്മാർ സ്പർശിക്കുന്നതിനാണ് പറയുക. അന്ധന്മാർ സ്പർശിക്കുന്നതിനാണ് അറബി ഭാഷയിൽ പറയുക. എന്താണ് അന്ധന്മാരുടെ ആ സ്പർശനം ഉണ്ടാവുക? അവർ ചെറിയ തോതിലാണ് ഒരു സാധനം സ്പർശിക്കുക, ചെറിയ രൂപത്തിലായിരിക്കും അവർ സ്പർശിക്കുക. അപ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു പരിശ്രമം, ദിവസം ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ്, 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ പരിശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് പകരം തരുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ ഫളല്, ഔദാര്യം എന്നുള്ളത് അത് വളരെ വിശാലമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ളത് അത് വളരെ വിശാലമാണ്, അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ കാരുണ്യത്തെ വിവരിക്കുന്ന വളരെ മഹത്തായ ഒരു കാര്യം, ഒരു ഉദാഹരണം അവിടുന്ന് സഹാബിമാരോട് പറഞ്ഞു കൊടുത്തില്ലേ? എന്താണത്? ഒരു യുദ്ധവേളയിൽ ഒരു സ്ത്രീ തൻ്റെ കൈക്കുഞ്ഞിനെ നഷ്ടമായതിന്റെ വേവലാതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഓരോ കുട്ടികളുടെ അടുക്കലേക്കും പോയി അദ്ദേഹം അല്ലെങ്കിൽ ആ സ്ത്രീ നോക്കുകയാണ്, ഇതെന്റെ മകനാണോ, ഇതെന്റെ കുട്ടിയാണോ എന്നിങ്ങനെ നോക്കി നോക്കി അവസാനം തൻ്റെ കുട്ടിയെ ലഭിക്കുമ്പോൾ തൻ്റെ മാറോട് ചേർത്തുകൊണ്ട് അവിടുന്ന് മുലയൂട്ടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിച്ചു, ഈ സ്ത്രീ ഈ കുട്ടിയെ നരകത്തിലേക്ക് അല്ലെങ്കിൽ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഹാബിമാർ അത്ഭുതത്തോടു കൂടി പറഞ്ഞു, ഒരിക്കലുമില്ല. ഒരു ഉമ്മയും തൻ്റെ മകനെ തീയിലേക്ക് വലിച്ചെറിയപ്പെടാൻ ഇഷ്ടപ്പെടുകയില്ല, ഫിത്രത്ത് നഷ്ടപ്പെട്ടവരൊഴികെ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പൊതുവെ മാന്യന്മാരായ ഓരോ മാതാപിതാക്കളും തൻ്റെ മക്കളെ അവർക്ക് ഒരു ചെറിയ മുറിവ് പറ്റുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത ആളുകളാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറഞ്ഞ മറുപടിയുണ്ട്, ലല്ലാഹു അർഹമു ബിഇബാദിഹി. അള്ളാഹു തൻ്റെ അടിമകളോട് ഈ സ്ത്രീക്കുള്ളതിനേക്കാൾ ഏറ്റവും കാരുണ്യം ഉള്ളവനാണ്. ഈ കുട്ടിയോട് ഈ ഉമ്മാക്ക് എങ്ങനെയാണോ കാരുണ്യമുള്ളത് അതിനേക്കാൾ ഉപരി അള്ളാഹുവിന് തൻ്റെ അടിമകളോട് കാരുണ്യമുള്ളവനാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ചെറിയ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ചെറിയ ഒരു പരിശ്രമം, അതിന് അള്ളാഹു പകരം നൽകുന്നത് വലിയ വലിയ പ്രതിഫലമാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. അഥവാ ഈ ദീൻ പഠിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷവും
സഹാബിമാർ ദീൻ പഠിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. മഹാനായ സഹാബി ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഷാമിലുള്ള അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയുടെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഫശ്തറൈതു ബഈറ, ഞാൻ ഒരു വാഹന മൃഗത്തെ വാങ്ങി. ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി അവിടുന്ന് ഒരു വാഹന മൃഗത്തെ വാങ്ങുകയാണ്. ഷാമിലേക്ക് ഏകദേശം ഒരു മാസത്തെ വഴിദൂരമുണ്ട് മദീനയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹം ഒരു വാഹന മൃഗത്തെ വാങ്ങി അദ്ദേഹത്തിന്റെ പല പാതയങ്ങളും അതിനുമേൽ കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹം യാത്ര തുടരുകയാണ്. അങ്ങനെ അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വാതിലിന് പോയി മുട്ടുകയാണ്. അങ്ങനെ വാതിലിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ഖാദിമാണ്, അബ്ദുല്ലാഹി ബിൻ ഉനൈസിന്റെ ഖാദിമാണ് വാതിലിലേക്ക് വരുന്നത്. ചോദിച്ചു, ആരാണ് നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, അന ജാബിർ, ഞാൻ ജാബിറാണ്. അപ്പോൾ ഇദ്ദേഹം പോയി അബ്ദുല്ലാഹി ബിൻ ഉനൈസിനോട് പറഞ്ഞു, ജാബിർ എന്ന് പറയുന്നയാൾ വീട്ടുവാതിൽക്കൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ചോദിച്ചു, ഏത് ജാബിറാണ്? അപ്പോൾ ഈ ഖാദിം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിങ്ങൾ ഏത് ജാബിറാണ്? അപ്പോൾ പറഞ്ഞു, ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, ഞാൻ ജാബിർ ബിൻ അബ്ദില്ലയാണെന്ന്. അബ്ദുല്ലാഹി ബിൻ ഉനൈസ് അദ്ദേഹം ഓടി വരികയാണ്. കാരണം എന്താണ്? ഇത് വലിയ ഒരു സഹാബിയാണ്. അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല എന്റെ അടുക്കലേക്ക് ജാബിർ വരുമെന്നുള്ളത്. എന്റെ അടുക്കലേക്ക് ജാബിർ വന്നുകൊണ്ട് പഠിക്കാൻ എന്റെ അടുക്കൽ, അല്ലെങ്കിൽ ഹദീസ് കേൾക്കാൻ, അല്ലെങ്കിൽ എന്റെ അടുക്കലേക്ക് ജാബിർ വരുമെന്ന് ഒരിക്കലും അബ്ദുല്ലാഹി ബിൻ ഉനൈസ് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം വന്നുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ വന്നത്? അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് താങ്കളുടെ അടുക്കൽ ഉണ്ട് എന്ന് അറിഞ്ഞു വന്നതാണ് ഞാൻ. അങ്ങനെ പ്രതികാര പ്രക്രിയയുടെ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണ് ഹദീസ്? നാളെ ഖിയാമത്ത് നാളിൽ ഓരോ ആളുകളും എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ ആരോടെങ്കിലും വല്ലതും ചെയ്തു തീർക്കാനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിക്രമം മറ്റുള്ള ആളുകളോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് തീരുമാനമാകാതെ നരകക്കാരനാണെങ്കിൽ നരകത്തിലേക്കും സ്വർഗക്കാരനാണെങ്കിൽ സ്വർഗത്തിലേക്കും പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഓരോ ആളുകളുടെയും മനസ്സിലേക്ക് കുലുക്കേണ്ട ഒരു ഹദീസാണ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ അങ്ങേയറ്റം ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ദീൻ പഠിച്ചാൽ മാത്രമാണ് മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാൻ സാധിക്കുകയല്ലേ. എന്താണ് ഹദീസിൽ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദീൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്റെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുടെയും ഉപമ ചന്ദ്രനെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയും പോലെയാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ ചന്ദ്രനെ പോലെയാണ്. അതിനുശേഷം അവിടുന്ന് പറയുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, കടലിലുള്ള മീനുകളും അതുപോലെ തന്നെ കൂടുകളിലുള്ള ഉറുമ്പുകളും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ഇതിനുള്ള കാരണം? ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. ഒരു ഉറുമ്പിനോട് എങ്ങനെ പെരുമാറണമെന്ന് ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? പണ്ഡിതന്മാരാണ്. ഒരു മീനിനോട് എങ്ങനെ പെരുമാറണം, ഒരു മൃഗത്തോട് പോലും അനീതി കാണിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതാരെതിർത്താലും ശരി, അല്ലേ? നമ്മൾ എല്ലാവരും കേട്ട ഹദീസാണ്, ഒരു ബലിമൃഗമുണ്ടെങ്കിൽ അതിനെ നമ്മൾ അറുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കത്തിക്ക് മൂർച്ച കൂട്ടണം. കാരണം എന്താണ്? പെട്ടെന്ന് തന്നെ ആ മൃഗം അറുക്കപ്പെടാൻ വേണ്ടി, എന്നിട്ട് ആ മൃഗം റാഹത്തിലാവാൻ വേണ്ടി. ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? മുഅല്ലിമുൻ നാസ് ലിൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക പണ്ഡിതന്മാരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക, മനുഷ്യന്മാരോട് അക്രമം കാണിച്ചാലുള്ള അവസ്ഥ. അങ്ങനെ ഒരു മാസം വഴിദൂരം അദ്ദേഹം യാത്ര ചെയ്യുകയാണ് ഒരു ഹദീസിന് വേണ്ടി. ഇനി എല്ലാവരും സ്വന്തത്തിലേക്ക് നോക്കുക. ഇതാ ഈ അടുത്ത് തന്നെ, എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ പല ദറസുകളും, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന പല ദറസുകളും നടക്കുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്യുന്നത്? ഇനി ദറസിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ എത്ര ദറസുകളുണ്ട്. നമ്മൾ ഒരു ദിവസം എത്ര ദറസുകൾ കേൾക്കുന്നുണ്ട്?
സഹാബിമാർ ഒരു ഹദീസിന് വേണ്ടി ഒരു മാസത്തോളം, മറ്റു ചില സലഫുകളിൽപ്പെട്ട ആളുകളെ കാണാം മാസങ്ങളോളം, 6 മാസം 7 മാസം അവർ ഒരു ഹദീസിന് വേണ്ടി യാത്ര ചെയ്യും. എന്നിട്ട് യാത്ര ചെയ്ത് ആ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളോട് ചോദിക്കും, ഇന്ന ഫുലാൻ എവിടെ, അഥവാ ഈ ഹദീസുള്ള ആളെവിടെ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി, നമ്മൾ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിച്ചു വരികയാണ്. എന്തായിരുന്നു കാര്യം? 7 മാസം യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം മരിച്ചുപോയെന്ന്. എന്തായിരിക്കും അവരുടെ ആ ഒരു അവസ്ഥ? സഹോദരങ്ങളെ, നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പല നാടുകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരികയാണ് നമുക്ക് ദീൻ പറഞ്ഞു തരാൻ. എന്നിട്ടും നമ്മളുടെ അവസ്ഥ എന്താണ്? എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതേ സഹാബിമാർ പോയ സ്വർഗത്തിലേക്ക് പോകാനാണ്. വലിയ അത്യാഗ്രഹം തന്നെയല്ലേ അത്? നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ പോയ അതേ സ്വർഗത്തിൽ പോകാനാണ്. പക്ഷേ അവരുടെയും നമ്മുടെയും അമലുകൾ വെച്ച് നോക്കിയാൽ മാ ബൈന സമാഇ വൽ അർദ് വ്യത്യാസമാണ്. ആകാശ ഭൂമികൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അതുപോലെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, എല്ലാ ദിവസവും പറ്റുന്നില്ല എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച ആരാധനക്ക് അർഹന ഏകനായ അള്ളാഹുവിന്റെ ഈ ദീൻ അത് പഠിക്കാൻ ഒരു സമയം മാറ്റിവെക്കുക. നിനക്ക് പല പല അനുഗ്രഹങ്ങളും തന്ന അള്ളാഹുവിന്റെ ഈ ദീൻ പഠിച്ചു കഴിഞ്ഞാൽ നിനക്കാണ് ഖൈർ. അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്നൊന്നും കൂടാനില്ല, അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ഇന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക മിൻ മുൽകിഹി ഷൈആ. ഇതാ നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പോലെ ആയാലും അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ നിന്ന് അതൊന്നും കൂടാനില്ല. ആർക്കാണ് സഹോദരങ്ങളെ ഖൈറായിട്ടുള്ളത്? അത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ ദീനിന് നമ്മൾ കൊടുക്കുന്ന വില എത്രത്തോളം ഉണ്ട് എന്നാണ്, അല്ലെ? നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക. നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവർക്കൊരു പ്രയാസം ബാധിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കച്ചവട സ്ഥലത്താണെങ്കിൽ പോലും അവിടെ നിന്ന് ഓടിപ്പോകും എന്ത് പറ്റിയെന്ന് നോക്കാൻ. എന്നാൽ സഹോദര, അള്ളാഹുവിന്റെ ഈ ദീൻ, നിനക്ക് നിർബന്ധമായ ഈ ദീൻ, അതിന് നീ കൊടുക്കുന്ന വില എന്താണ് എന്നുള്ളത് ആരെയും കുറ്റപ്പെടുത്താനല്ല, വല്ലാഹി അല്ല. നന്നാവണം സഹോദരങ്ങളെ. മരണം അടുത്തു തന്നെയുണ്ട്, വിദൂരമല്ല, ഒരിക്കലും വിദൂരമല്ല. എന്തുറപ്പാണുള്ളത് നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ സാധിക്കുമെന്ന്? ആർക്കാണ് ഉറപ്പുള്ളത്? എനിക്ക് എൻ്റെ ഈ സംസാരം അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? ഇത് കേട്ട് ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ സാധിക്കുമെന്ന് ആർക്കാണ് സഹോദരങ്ങളെ ഉറപ്പുള്ളത്? അതുകൊണ്ട് നാളെ ആവട്ടെ എന്നുള്ള ആ ചിന്ത ഇതാ ഇവിടെ വെച്ച് നമ്മൾ മാറ്റിക്കൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുക. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഒരായത്താണെങ്കിൽ ഒരായത്ത്, ഒരു ഹദീസ് ആണെങ്കിൽ ഒരു ഹദീസ്, അതില്ലാത്ത ഒരു ജീവിതം ഇനി മുന്നോട്ട് പോവുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കുക. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അറിയില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്. നീ അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ദീൻ പഠിക്കുക, എല്ലാ എങ്കിൽ മിണ്ടാതിരിക്കുക. നിന്റെ മേലെ ഏൽപ്പിക്കപ്പെട്ട കാര്യമല്ല, അറിവില്ലാത്ത കാര്യം സംസാരിക്കുക എന്നുള്ളത് നിനക്ക് ബാധ്യതയുള്ള കാര്യമല്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അറിയാത്ത കാര്യം ചോദിച്ചാൽ അവിടുന്ന് മറുപടി കൊടുക്കാറില്ല. വഹി വരാൻ വേണ്ടി കാത്തു നിൽക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? റസൂലിന് അറിയില്ല. അവിടുന്ന് പറഞ്ഞു, എനിക്കറിയില്ല. ജിബ്രീലിനോട് ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അവസാനം അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹാ. പള്ളികളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അറിയില്ല എങ്കിൽ മിണ്ടാതിരിക്കുക. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഇവിടെയുള്ള ഫിത്നകൾ, ദീനിന്റെ പേരിലുള്ള ഫിത്നകൾ, അതുണ്ടായത് ജാഹിലുകൾ സംസാരിച്ചത് കൊണ്ടാണ്, അറിവില്ലാത്ത ആളുകൾ സംസാരിച്ചത് കൊണ്ടാണ് പല ഫിത്നകളും പ്രയാസങ്ങളും ഉണ്ടായത്. അവരെങ്ങാനും മിണ്ടാതിരുന്നെങ്കിൽ ഈ ദീന് തന്നെ സലാമത്തായേനെ. അറിയില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഹദീസ്, ജാബിർ ബിൻ അബ്ദില്ല, അദ്ദേഹം മഹാനായ സഹാബിയാണ്, അല്ലെ? ചില ആളുകൾക്കൊക്കെ ഉണ്ടാകും, ചെറിയ ഒരാൾ വന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്, ഇത്ര വലിയ ഞാനെങ്ങനെ അവരുടെ സദസ്സിൽ പോയിരിക്കും? സഹോദരങ്ങളെ, വിനയം കാണിക്കുക, അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ ഉയർത്തും.
അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൻ തവാളഅ ലില്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈ ഇങ്ങനെ കാണിച്ചു, മൻ തവാളഅ ലില്ലാഹ്. ആരാണോ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നത്, റഫഅഹുല്ലാഹ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചു, അള്ളാഹു അവനെ ഉയർത്തുമെന്നുള്ളത്. അതുകൊണ്ട് ദീൻ പഠിപ്പിക്കുന്നത് ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, നിന്നേക്കാൾ അറിവുള്ളവനാകട്ടെ അറിവില്ലാത്തവനാകട്ടെ, നീ പഠിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിൽ നിനക്ക് ബറക്കത്ത് നൽകും. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു ഉയർത്തും. ആ ഒരു കാര്യവും ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. ചെറിയ ആളുകളായാലും വലിയ ആളുകളായാലും ദീൻ പഠിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ഈ പഠിക്കുന്ന ദീൻ ഇസ്സത്തോടു കൂടി പഠിക്കുക. നമ്മൾ പഠിക്കുന്ന ഈ ദീൻ അത് ഇസ്സത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ്. അത് പ്രാവർത്തികമാക്കുക. ആളുകൾ കളിയാക്കും, എന്താണ് പഴയ മതം, മദ്രസ പൊട്ടന്മാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ ഒരു ദിനം വരാനുണ്ട്, ഈ കളിയാക്കിയ ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും, നമ്മളും ഒരുമിച്ച് കൂട്ടപ്പെടും. നമ്മളെ കളിയാക്കി ചിരിക്കുന്ന ആളുകളെ നോക്കി നാളെ നമ്മൾ ചിരിക്കുന്ന ഒരു രംഗം വരാനുണ്ട്. അതുകൊണ്ട് ആളുകൾ കളിയാക്കും അല്ലേ, എന്നാലും നമ്മൾ ദീൻ പഠിക്കുകയാണെങ്കിൽ റബ്ബ് ഇസ്സത്ത് നൽകും. റബ്ബ് ഇസ്സത്ത് നൽകിയാൽ അതിനെ പോക്കിക്കളയാൻ ആർക്കാണ് സാധിക്കുക? ഒരുപക്ഷെ സമ്പത്തുള്ളത് കൊണ്ടോ മറ്റോ അള്ളാഹു നമ്മളെ ഉയർത്തണമെന്നില്ല അല്ലേ? എത്രയോ ആളുകളുണ്ട് സമ്പത്ത് ലഭിച്ച ആളുകൾ. പക്ഷേ ഇൽമ് ഉണ്ട് എങ്കിൽ വല്ലാഹി അള്ളാഹു നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് വിവരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അറിയിച്ചു തരുന്ന ഒരു രസകരമായ അല്ലെങ്കിൽ വളരെ നമുക്ക് ഉത്സാഹം നൽകുന്ന ഒരു സംഭവം. അമവി ഭരണകൂടത്തിലെ വലിയ ഒരു രാജാവാണ് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാഹ്. അദ്ദേഹം ഉംറക്കോ ഹജ്ജിനോ വേണ്ടി മക്കയിലുണ്ട്. മൂക്കൊക്കെ ചപ്പി കറുത്ത ഒരു മനുഷ്യൻ അവിടെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്, ഈ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ഉംറയുടെയോ അല്ലെങ്കിൽ ഹജ്ജിന്റെയോ വിഷയങ്ങളിൽ പല സംശയങ്ങളുമുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട ആളാവട്ടെ അങ്ങേയറ്റം അറിവുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ കോലം നമ്മൾ പറഞ്ഞു, അദ്ദേഹം കാണാൻ ഒരു ഭംഗിയുമില്ല, ഒരുപക്ഷെ ആളുകൾ കണ്ടാൽ നോക്കാൻ വരെ അറുക്കുന്നയാളാണ്. ആരാണ് മറുപടി നൽകുക ഈ സംശയങ്ങൾക്ക്? ഈ പറഞ്ഞയാളാണ്. അദ്ദേഹം അങ്ങനെ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാഹ് ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ആ പോയ സന്ദർഭത്തിൽ ഈ പറഞ്ഞയാൾ അദ്ദേഹം നിസ്കാരത്തിലാണ്. രാജാവ് വരുമെന്ന് അറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ രാജാവ് വന്നു എന്നത് അറിഞ്ഞതുകൊണ്ടോ അദ്ദേഹം നിസ്കാരം എന്ത് ചെയ്തില്ല, അവിടെ മാറ്റി നിർത്തിയില്ല. കാരണം രാജാക്കന്മാരുടെ രാജാവിനോടാണ് അദ്ദേഹം മുനാജാത്ത് നടത്തുന്നത്, അള്ളാഹുവോട്. അതുകൊണ്ട് അദ്ദേഹം നിസ്കാരം ഇങ്ങനെ നിസ്കരിക്കുകയാണ്. രാജാവ് അദ്ദേഹത്തിന് വേണ്ടി പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നിസ്കാരത്തിന് ശേഷം സുലൈമാൻ അബ്ദുൽ മലിക് ഏതാനും സമയം അവിടെ ഇങ്ങനെ കാത്തു നിന്നു. നിസ്കാരത്തിന് ശേഷം ഈ പറഞ്ഞ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അദ്ദേഹം വളരെ മനോഹരമായി ഓരോ മസലകൾക്കും അദ്ദേഹം മറുപടി ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ആരാണ് സഹോദരങ്ങളെ പറയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ പകുതിയോളം ഭാഗം ഭരിച്ച സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹം പറയുകയാണ്, യാ ബുനയ്യ തഅല്ലുമൽ ഇൽം, അല്ലയോ എന്റെ കൂടെയുള്ള ആളുകളെ നിങ്ങൾ അറിവ് പഠിക്കുക. ആരാണ് പറയുന്നത്? രാജാവാണ് പറയുന്നത്. നിങ്ങൾ രാജ്യം ഭരിക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾ അറിവ് പഠിക്കുക. കാരണം എന്താണ്? ഫബിൽ ഇൽമി യസ്റുഫുൽ വളീഅ, താഴെക്കിടയിലുള്ള ആളുകളെ ഉയർത്തുക ഏത് വിഷയമാണ്? അത് ഇൽമാണ്. അതുപോലെ തന്നെ വയഅലുൽ അരിഖാഉ അലാ മർതബത്തിൽ മുലൂക്ക്, അടിമകൾ രാജാക്കന്മാരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക അത് അറിവ് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഈ ചോദ്യം ചോദിക്കപ്പെട്ടയാൾ ആരാണെന്ന് അറിയാമോ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സീറ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അദ്ദേഹത്തെ കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത ആളായിരുന്നു. അതാ ഇബ്നു അബി റബാഹ് താബിഈയാണ്. അദ്ദേഹമാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്
അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറയപ്പെട്ടതായി കാണാൻ സാധിക്കുക. ഈ ദീൻ പഠിക്കുന്ന ആളുകൾ ദുനിയാവിലെ സ്വർഗത്തിലാണ്. വല്ലാഹി അവരുടെ ഹൃദയമാണ് ഏറ്റവും സലീമായ ഹൃദയം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതോടുകൂടി അവരുടെ ഹൃദയം വിശാലതയുള്ളതാകും, ഒരു സംശയവുമില്ല. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ആളുകൾ അവരാണ് ഈ ദുനിയാവിലെ രാജാക്കന്മാർ. അവർക്ക് ഭരണമില്ല എങ്കിലും. അതുകൊണ്ടാണ് ആരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായ സംഭവമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു റൊട്ടിയാണുള്ളത്. അറബി നാടുകളിൽ ജീവിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും, അത് പെട്ടെന്ന് തന്നെ കട്ടിയാകും. അതിന് കൂടെ നമുക്ക് കറിയോ മറ്റോ ഇല്ലെങ്കിൽ അത് ഭക്ഷിക്കാൻ പോലും സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ റൊട്ടിയുണ്ട്. അദ്ദേഹം അത് കടലിൽ മുക്കിക്കൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന് കറി പോലും ഇല്ല. അദ്ദേഹം അവിടെ അടുക്കലുള്ള ഒരു കടലിൽ ഈ റൊട്ടി മുക്കിക്കൊണ്ട് കൂടെയുള്ള സഹോദരനോട് പറയുകയാണ്, ലൗ അലിമൽ മുലൂക്ക് വഅബ്നാഉൽ മുലൂക്ക്. ഇതാ രാജാക്കന്മാരും അവരുടെ മക്കളും അവരുടെ സന്താനങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖം അവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതല്ല ജാദലൂന അലൈഹി ബിസുയൂഫ്, അവർ നമ്മോട് വാളുകൾ കൊണ്ട് യുദ്ധം ചെയ്ത് അത് കരസ്ഥമാക്കാൻ അവർ ആഗ്രഹിച്ചേനെ എന്ന് പറയുകയാണ്. സഹോദരങ്ങൾ, അദ്ദേഹം പറയുമ്പോഴുള്ള അവസ്ഥ നോക്കൂ. ദുനിയാവിലെ ഒരു വിഭവവും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. പക്ഷേ അവർ അവർ അനുഭവിക്കുന്ന ആ ഒരു ആസ്വാദനമുണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിനാൽ സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എത്ര പ്രായമായാലും അതൊരിക്കലും ഒരു തടസ്സമല്ല, അല്ലേ? ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, തഅല്ലമ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിബാറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ദീൻ പഠിച്ചത് പ്രായമായപ്പോഴാണ്, അല്ലേ? പല ആളുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴാണ് ദീൻ പഠിക്കുന്നത്? നമ്മൾ മദ്രസയിൽ പഠിച്ച ആ ഒരു പ്രായത്തിലാണോ? അല്ല. അവരുടെയൊക്കെ ഇസ്ലാം സ്വീകരിച്ച വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലരും പ്രായമായ സമയത്താണ് ദീൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് പ്രായമായി, ഇനി ദീൻ പഠിച്ചിട്ട് എന്താണ് കാര്യം. മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രായമായ ആളുകൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി. കാരണം ചില സലഫുകളിൽപ്പെട്ട ആളുകൾ പറഞ്ഞതായി കാണാം, പ്രായമായി കഴിഞ്ഞ ആളുകൾ അവർ പിന്നെ കാത്തിരിക്കേണ്ടത് മരണത്തെയാണ്. യുവാക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രായമായ ആളുകൾ അവർ മരണത്തെ കാത്തിരിക്കേണ്ട ആളുകളാണ്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, വജാഅകുമുൻ നദീർ, ഇതാ നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരിക്കുന്നു എന്ന തഫ്സീറിൽ പറയപ്പെട്ടതായി കാണാം. ആ നദീർ, താക്കീതുകാരൻ എന്നുള്ളത് നമ്മുടെ നരയാണെന്ന് വിശദീകരിക്കപ്പെട്ടതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രായം എന്നുള്ളത് ഒരിക്കലും തടസ്സമല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാമു സുന്ന, അദ്ദേഹം പ്രായത്തിലും ദീൻ പഠിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പ്രായത്തിലും ദീൻ പഠിക്കുന്നത്? എപ്പോഴാണ് നിങ്ങൾ അവസാനിപ്പിക്കുക? അവിടുന്ന് കൊടുത്ത മറുപടി, മിനൽ മഹദി ഇലൽ ലഹദ്, തൊട്ടിലിൽ നിന്ന് ഖബറിൽ എത്തുന്നത് വരെ അള്ളാഹുവിന്റെ ദീൻ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഇമാമു സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുകയാണ്. സഹോദരങ്ങളെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിൽ നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ദീൻ പഠിക്കുന്ന ആളുകൾ ദുനിയാവിൽ സ്വർഗീയ അനുഭൂതിയിലാണ്, അല്ലേ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇന്ന ഫിദ് ദുനിയ ജന്നഹ, തീർച്ചയായും ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ഇന്ന ഫിദ് ദുനിയ ജന്ന, തീർച്ചയായും ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. മല്ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, ആരാണോ ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തത്, ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തത്, അവൻ ഒരിക്കലും ആഖിറത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പല വിശദീകരണങ്ങളും ഈ ഒരു പറയപ്പെട്ട കൗലിന് കൊടുക്കപ്പെട്ടതായി കാണാം. അതിൽ ഒരു വാക്ക്, അത് ദീൻ പഠനമാണ്. വല്ലാഹി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആസ്വാദനമുണ്ട്, ഒരു ലസ്സത്തുണ്ട്, ഒരു മാധുര്യമുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നമ്മുടെ മനസ്സിൽ ആ ഒരു മാധുര്യം ഇട്ടുതരും. തീർച്ചയായും അള്ളാഹു ആ ഒരു മാധുര്യം നമുക്ക് ഇട്ടുതരും.
അതിനാൽ എന്ത് പ്രയാസം വന്നാലും അതൊരു പ്രയാസമായി മാറുകയില്ല അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക്. ഉദാഹരണത്തിന്, അള്ളാഹുവിന്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരുവൻ അവന്റെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവൻ എന്താണ് ചിന്തിക്കുക? ഇത് അള്ളാഹുവിന്റെ ഖദറാണ്, ഇത് അള്ളാഹു വിധിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നാളെ നമുക്ക് അവരെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന ഉറച്ച തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു ബോധം അവനുണ്ടാകും. ദീൻ പഠിച്ച ആളുകൾക്ക് കൂടുതലായുള്ള സന്തോഷവും കൂടുതലായുള്ള സങ്കടവും ഉണ്ടാവുകയില്ല. അവന്റെ സന്തോഷത്തിന് ഒരു പരിധി ഉണ്ടാകും, അവന്റെ ദുഃഖത്തിന് ഒരു പരിധി ഉണ്ടാകും. എന്താണ് കാരണം? അവൻ അറിഞ്ഞിട്ടുണ്ട് എന്ത്? അള്ളാഹു എനിക്ക് ഏതൊരു കാര്യം വിധിച്ചാലും അത് ഖൈറിനുള്ളതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടാകും, അതൊരു പക്ഷെ നിങ്ങൾക്ക് എന്തായിരിക്കും? അത് നിങ്ങൾക്ക് മോശമായിരിക്കും. നിങ്ങളൊരു കാര്യം വെറുക്കുന്നുണ്ടാകും, പക്ഷേ അതെന്താണ്? നിങ്ങൾക്ക് ഖൈറായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവാണ് അറിയുന്നത്, നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആളുകൾ, സഹോദരങ്ങളെ, അവർ ദുനിയാവിലെ സ്വർഗത്തിലാണ്. അതുപോലെ ദീൻ പഠിക്കാൻ പോയതിന്റെ പേരിൽ ഒരാളും പട്ടിണിയായും മരിച്ചതോ മറ്റോ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇന്നയാൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ പോയതിന്റെ പേരിൽ സമ്പത്തും മറ്റും കുറഞ്ഞു പോയി അദ്ദേഹം മരിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. ശരി തന്നെയാണ്, ചില ആളുകൾ അങ്ങേയറ്റം പ്രയാസം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ മാസങ്ങളോളമുള്ള യാത്ര. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ചില മുൻഗാമികൾ അവർക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിൽ പുല്ല് ഭക്ഷിച്ച ആളുകളുണ്ട് മുൻഗാമികളിൽ. അതുപോലെ തന്നെ മറ്റു ചിലർ രക്തം മൂത്രയിച്ച ആളുകളുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് ആ ദീൻ പഠിക്കുന്നത് ഒരു തടസ്സമായി മാറിയിട്ടില്ല. കാരണം അവർ സമ്പാദിച്ചു കൂട്ടുന്ന ഈ അറിവ് ഈ ഉണ്ടാകുന്ന പ്രയാസത്തെക്കാളൊക്കെ അങ്ങേയറ്റം മാധുര്യം നൽകുന്നത് കൊണ്ടാണ് അവർക്ക് ഇതൊന്നും വലിയ പ്രയാസമായി മാറാത്തത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി അള്ളാഹു നമുക്ക് അങ്ങേയറ്റം കാരുണ്യം അവൻ വർഷിച്ചു നൽകുകയാണ്. ഇതാ നമ്മുടെ കരങ്ങളിൽ തന്നെ ഓരോ നാടുകളിലുള്ള പണ്ഡിതന്മാരുടെ ക്ലാസുകളും മറ്റും ലഭിക്കുകയാണ്. പല ക്ലാസുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങേയറ്റം നന്ദി കെട്ട ആളുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. സങ്കടമുണ്ട്. അല്ലേ? അള്ളാഹു പറഞ്ഞില്ലേ, വഖലീലു മിൻ ഇബാദിയ ശകൂർ. എന്റെ അടിമകളുടെ കൂട്ടത്തിൽ വളരെ വിരളം ആളുകൾ മാത്രമാണ് എന്നോട് ധാരാളമായി നന്ദി കാണിക്കുന്നവർ. അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി നൽകുകയാണ്. അല്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ കാലഘട്ടത്തിലെ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ട ആളുകൾ മുൻകാലത്തെ പാവപ്പെട്ട ആളുകളെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ അവർ ആ സമയത്തുള്ള പണക്കാരെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അഥവാ ഈ കാലഘട്ടത്തിലുള്ള പാവപ്പെട്ട ആളുകളെ മുൻകാലത്തുള്ള പാവപ്പെട്ട ആളുകളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഈ കാലഘട്ടത്തിലെ പാവപ്പെട്ട ആളുകൾ ആ കാലഘട്ടത്തിലെ പണക്കാരാണ്. സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹു നമുക്ക് ഇത് അങ്ങേയറ്റം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഇറങ്ങുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തും അനുഗ്രഹങ്ങളുമാണ്. പക്ഷേ നമ്മളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയരുന്നതോ നമ്മുടെ നന്ദികേടും നമ്മുടെ തിന്മകളും അതുപോലെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് മാറാൻ സമയമായിട്ടുണ്ട് സഹോദരങ്ങൾ, ഇനിയും വൈകിച്ചുകൂടാ. വല്ലാഹി ആരെയും കുറ്റപ്പെടുത്താനല്ല, വല്ലാഹി അല്ല, നമ്മൾ മാറണം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കണം. കളിയാക്കും ആളുകൾ, ചോദിക്കും, ഒരുപക്ഷെ ഭാര്യമാർ വരെ ചോദിക്കും, ഇത്രയും പ്രായമായില്ലേ, ഇപ്പോഴാണോ താങ്കൾ പഠിക്കാൻ പോകുന്നത്, ഇത്രയും കാലം ബോധമുണ്ടായിരുന്നില്ലേ എന്നൊക്കെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. അങ്ങനെ കേട്ടിട്ടുണ്ട് മുൻഗാമികൾ. അങ്ങനെയുള്ള ഒരു സംഭവമാണ് അസ്മഈ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെത്. ബസറയിൽ ജീവിച്ച് മരിച്ച വലിയൊരു പണ്ഡിതനായിരുന്നു അസ്മഈ. എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം? അദ്ദേഹം പല ഉലമാക്കളുടെ അടുക്കലേക്കും ദീൻ പഠിക്കാൻ ഇങ്ങനെ പോവാറുണ്ട്. അങ്ങനെ പോകുന്ന വേളയിൽ ഒരു കടയുടെ മുന്നിലൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ആ കടക്കാരൻ അസ്മഈയോട് ചോദിച്ചു, അല്ലയോ താങ്കൾ എപ്പോഴും ഇങ്ങനെ പോകുന്നത് കാണാറുണ്ടല്ലോ,
എവിടേക്കാണ് താങ്കൾ ഇങ്ങനെ പോകുന്നത്? അപ്പോൾ അസ്മാഇ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇന്നലെ ഞാൻ ഫിഖ് പഠിച്ചു, ഇന്ന് തഫ്സീർ, അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിലാണ്, ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങൾ പഠിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ കടക്കാരൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഒരു വലിയ പാത്രം എടുക്കുക, എന്നിട്ട് നീ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പേജുകളൊക്കെ അതിലേക്ക് വെക്കുക, എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ആ മഷി എടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. അദ്ദേഹം ചെറിയ പ്രായമാണ്, ഒരുപക്ഷെ മനസ്സിൽ പ്രയാസമുണ്ടാകും. പക്ഷേ ഇതിനൊന്നും ചെവി കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ആ വഴി മാറ്റിപ്പിടിക്കുകയാണ്. ഇയാളെ കണ്ട് ഇയാൾ പരിഹസിക്കണ്ട എന്ന് കരുതി അദ്ദേഹത്തിന്റെ യാത്രയുടെ വഴി ആ കടക്കാരന്റെ മുന്നിലൂടെ അല്ലാതെ പോവുകയാണ്. അങ്ങനെ മുഹമ്മദ് ബിൻ സുലൈമാൻ റഹിമഹുല്ല എന്ന് പറയുന്ന ആ നാട്ടിലെ ഭരണാധികാരി അദ്ദേഹത്തെ വിളിപ്പിക്കുകയാണ്. ആരാണ് അസ്മഇ എന്ന് ചോദിച്ചപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ള ഒരാളാണ്, പ്രത്യേകിച്ച് വിലയൊന്നുമില്ല നമ്മുടെ കൂട്ടത്തിൽ. എന്തായിരുന്നു കാര്യമെന്ന് തിരക്കിയപ്പോൾ ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലാ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ, അദ്ദേഹത്തെ പറ്റി പറയപ്പെട്ടതായി കാണാം. അദ്ദേഹം മേഘങ്ങളോട് പറയാറുണ്ട് എന്നാണ്, നീ പോയിക്കൊള്ളുക. മേഘങ്ങളോട് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്, നീ പോയിക്കൊള്ളുക. നീ അവസാനിക്കുന്ന സ്ഥലം ഏതാണോ അതുവരെ എൻ്റെ ഭരണത്തിന് കീഴിലാണ്. അത്രയും വലിയ ഭരണാധികാരിയായിരുന്നു ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല. അദ്ദേഹം ഈ അസ്മഇയെ വിളിപ്പിക്കുന്നുണ്ട് എന്ന് ഈ വന്ന ഭരണാധികാരി, ആ നാട്ടിലെ ഭരണാധികാരി പറയുകയാണ്. ആളുകൾ അത്ഭുതപ്പെട്ടു. ഇത്രയും ആളുകൾക്കൊന്നും വിലയില്ലാത്ത ആളെ ഭരണാധികാരി വിളിക്കുകയോ? അങ്ങനെ അദ്ദേഹം ഹാറൂൻ അർ റഷീദിന്റെ അടുക്കലേക്ക് പോയപ്പോൾ ഹാറൂൻ അർ റഷീദ് പറയുകയാണ്, എൻ്റെ മക്കളെ താങ്കൾ പഠിപ്പിക്കണം ദീൻ, എൻ്റെ മക്കളെ താങ്കൾ ദീൻ പഠിപ്പിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഹാറൂൻ അർ റഷീദിന്റെ മക്കളെ ഈ അസ്മഇ റഹിമഹുല്ല അദ്ദേഹം ദീൻ പഠിപ്പിക്കുകയാണ്. പിന്നീട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ ഈ കടക്കാരനെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ഈ രൂപത്തിലാകാൻ സാധിക്കുകയില്ലായിരുന്നു. അദ്ദേഹം പക്ഷെ പഠിച്ചത് ഈ കടക്കാരനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന്റെ ദീൻ പഠിച്ചപ്പോൾ അള്ളാഹു ഉയർത്തിയതാണ്. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ സമ്പത്തോ ദുനിയാവിലെ വിഭവമോ ഒന്നുമില്ല എങ്കിൽ കൂടി നിനക്ക് ദീനുണ്ടോ, നിനക്ക് ഇൽമുണ്ടോ, ആളുകൾ നിന്റെ അടുക്കലേക്ക് വരും. വല്ലാഹി തുമ്മ തല്ലാഹ്, യാതൊരു സംശയവുമില്ല. പല ആളുകളും കൂട്ടം കൂട്ടമായി നിന്റെ അടുക്കലേക്ക് വരും. അതാണ് ഇൽമിനുള്ള ശ്രേഷ്ഠത സഹോദരങ്ങളെ. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മക്കൾ, അവരെ കൂടി നമ്മൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുക എന്നുള്ളത്. എന്താണ് അതിനുള്ള കാരണം? അള്ളാഹു പറഞ്ഞില്ലേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളെ തന്നെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് നിങ്ങൾ സംരക്ഷിക്കണം. വിറകുകളും കൊള്ളികളും കത്തിക്കപ്പെടുന്ന നരകത്തെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കണം, നിങ്ങളെ തന്നെയും സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ദീൻ പഠിപ്പിക്കുക. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരം? അവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമല്ലേ, എല്ലാ അമലുകളും, ആദമിന്റെ പുത്രന്മാരുടെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും, 3 അമലുകൾ ഒഴികെ. അതിലൊന്നേതാണ്? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായ ഒരു മകൻ, തൻ്റെ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ, അവന്റെ പ്രാർത്ഥന ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ അവന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. നമുക്കറിയുന്ന എത്രയോ ആളുകളുണ്ട്, സ്വന്തം ഉപ്പയുടെ വിഷയം മറന്നുപോയ ആളുകൾ. ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, 1 മാസം 2 മാസം ഓർമ്മയുണ്ട്, പിന്നീട് ഉപ്പ ഇല്ലാത്തൊരവസ്ഥ അവർ മറന്നുപോയിരിക്കുകയാണ്, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നീ സ്വാലിഹാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക, നീ നിന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ എന്ന്. വളരെ മനോഹരമായ ഒരു വാക്കാണത്. നീ സ്വാലിഹാണെന്ന് മനസ്സിലാകണമെങ്കിൽ നീ നിന്നോട് തന്നെ ചോദിക്കുക, നിന്റെ ഉപ്പാക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന്.
കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് വലദുൻ സാലിഹുൻ എന്നാണ്. അപ്പൊ നീ സാലിഹാണെങ്കിൽ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും, സാലിഹല്ലേ അത് നീ മറക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദുനിയാവികമായ അറിവുകൾ അത് കൊടുക്കണ്ട എന്നല്ല, അതിനേക്കാൾ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് ദീൻ പഠിക്കാനാണ്. എത്രയോ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ നിരീശ്വരവാദത്തിലും അതുപോലെയുള്ള വളരെ മ്ലേച്ഛമായ വിശ്വാസങ്ങളിലേക്കും പോവുകയാണ്. എന്താണ് കാരണം? അള്ളാഹുവിന്റെ ദീൻ അത് കൊടുക്കാത്തത് കൊണ്ടാണ്. രക്ഷിതാക്കളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ ഈ മക്കൾ അത് നാളെ നിങ്ങളോട് അള്ളാഹു ചോദിക്കുന്ന കാര്യമാണ്. അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ച അമാനത്താണ് നിങ്ങളുടെ മക്കൾ. അവർക്ക് വെറും ദുനിയാവ് മാത്രം കൊടുത്തുകൊണ്ട് അവർ പിന്നീട് കൈവിട്ടു പോയത് കൊണ്ട് വേവലാതി പറഞ്ഞത് കാര്യമില്ല. പഠിപ്പിക്കുക അള്ളാഹുവിന്റെ ദീൻ. അവരെ മനുഷ്യരായി നിനക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ദീൻ പഠിച്ചതിന്റെ പേരിൽ, യഥാർത്ഥ ദീൻ പഠിച്ചതിന്റെ പേരിൽ ഒരാളും മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിച്ച ഒരാൾ അവൻ മറ്റൊരാളോട് അനീതി കാണിക്കുകയില്ല. എങ്ങനെയാണ് അവൻക്ക് കാണിക്കാൻ സാധിക്കുക? നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഹദീസ് അത് പഠിച്ച ഒരാളാണെങ്കിൽ. അള്ളാഹുദ പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് നല്ല നിലയിൽ വർത്തിക്കുക. പിന്നീട് എങ്ങനെയായിരിക്കും ഒരുവന് മോശമായി വർത്തിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചാൽ അവർ മനുഷ്യരായി മാറും. നിരീശ്വരവാദികളും മറ്റും പറയുന്നത് അത് കേട്ട് നമ്മൾ പ്രയാസപ്പെടേണ്ടതേയില്ല. അവർ എന്തുകൊണ്ടാണ് ഇതൊക്കെ നിഷേധിക്കുന്നത്? അവർക്ക് തോന്നിയതുപോലെ ജീവിക്കണം. അതുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ ദീൻ അവർ നിഷേധിക്കുന്നത്. അവർക്ക് ഹക്ക് അറിയാത്തത് കൊണ്ടല്ല. അവർക്കറിയാം ഇത് ഹക്കാണെന്ന്. പക്ഷേ എന്താണ്? അവർക്ക് തോന്നിയതുപോലെ ജീവിക്കണം. ഈ നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ നേതാവായ ഫിർഔൻ, അവന്റെ വിശ്വാസം എന്തായിരുന്നു? അവൻക്കറിയാം അള്ളാഹു ഉണ്ട് എന്നുള്ളത്. അവനോടാണ് നമുക്ക് ബാക്കിയുള്ള നിരീശ്വരവാദികളെ ഖിയാസ് ചെയ്യാനുള്ളത്, താരതമ്യപ്പെടുത്താനുള്ളത്. അവനെ പോലെ ഒരു നിരീശ്വരവാദി ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടാവുകയില്ല. അവന്റെ വിശ്വാസം അള്ളാഹു ഉണ്ട് എന്നായിരുന്നു. ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ ഈ നാട്ടിലുള്ള ഓരോ നിരീശ്വരവാദികൾക്കും അറിയാം റബ്ബുണ്ട് എന്നുള്ളത്. പക്ഷേ അവർക്ക് തോന്നിയതുപോലെ ജീവിക്കണം എന്നതുകൊണ്ടാണ്. വളരെ വളരെ നിലവാരമില്ലാത്ത വാദങ്ങളാണ് അവരുടേത്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ നിന്നാൽ തീരുകയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ് നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത്, ചെറിയ പ്രായത്തിൽ തന്നെ. എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? അൽ ഇൽമു ഫി സിഗരി കന്നഖ്ശി ഫിൽ ഹജർ. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ചെറിയ പ്രായത്തിലുള്ള പഠിപ്പ് അത് കല്ലിൽ കൊത്തിവെച്ചത് പോലെയാണ് എന്നാണ്. അല്ലേ? നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചാൽ അതിന് നല്ല ഓർമ്മശക്തി ഉണ്ടാകും. ഇതിനർത്ഥം ഒരിക്കലും വലുതായാൽ പഠിക്കണ്ട എന്നല്ല. താരതമ്യേന ചെറിയ പ്രായത്തിൽ നമുക്ക് ചിന്തകൾ കുറവായിരിക്കും. പ്രായമായി കഴിഞ്ഞാൽ പല ചിന്തകളായിരിക്കും. കുടുംബത്തിനെ നോക്കണം, അതുപോലെയുള്ളത്. പക്ഷെ ചെറിയ പ്രായത്തിൽ ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് അവരെ കൊണ്ട് ഉപകാരമുണ്ടാകും, അള്ളാഹുവിന്റെ ദീൻ. അതുപോലെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ദീൻ എന്നുള്ളത് വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. കാരണം അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും ഇൻഷാ അള്ളാഹ്. അത് സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ നേർമാർഗത്തിലാകും. എന്താണ് സഹോദരങ്ങളെ സലഫുകൾ എന്ന് പറഞ്ഞാൽ? ഒരിക്കലും ഒരു സംഘടനയോ മറ്റോ അല്ല. സലഫുകൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്ന് മാത്രമാണ് അർത്ഥം. മറ്റൊരർത്ഥം ഇതിൽ നിന്ന് കിട്ടുകയില്ല. ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർക്ക് പറയുന്നതാണ് സലഫുകൾ എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും മുൻഗാമികൾ. ആരാണ് മുൻഗാമികൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായി പെടുക സഹാബിമാരാണ്. രണ്ടാമത്തേതോ അവിടുത്തെ സഹാബിമാരെ അവരുടെ അടുക്കൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ, പിന്നീട് അവരിൽ നിന്നും ദീൻ പഠിച്ച തബഉ താബിഈങ്ങൾ അല്ലെങ്കിൽ അത്ബാഉ താബിഈങ്ങൾ. ഈ മൂന്ന് ഉത്തമ സമുദായത്തിനാണ് സലഫുകൾ എന്ന് പറയുക. അല്ലാതെ ഒരു സംഘടനക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ പറയുന്ന പേരല്ല. അങ്ങനെ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ ദീൻ പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? വസ്സാബിഖൂനൽ മുഹാജിരീന വൽ അൻസാർ
വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അല്ലാഹു പറഞ്ഞതാണ് മുഹാജിരീങ്ങളും അൻസാരികളിലും പെട്ട ആളുകൾ അവർ ഇഹ്സാൻ പിൻപറ്റിയത് കൊണ്ട് നേർമാർഗത്തിലായി എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, സഹാബിമാർ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗത്തിലാകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീൻ അത് തോന്നിയതുപോലെ പഠിക്കാനുള്ളതല്ല. അതിന് സ്രോതസ്സുകളുണ്ട്. ഓരോരുത്തരും തോന്നിയതുപോലെ പറയുന്ന ഒരു ദീനല്ല അള്ളാഹുവിന്റെ ദീൻ. അത് സഹാബിമാർ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ എങ്കിൽ ഇവിടെ ഭിന്നിപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക. യാതൊരു സംശയവുമില്ല അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞൊരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇർബാദ് ഇബ്നു സാരിയ എന്ന് പറയുന്ന സഹാബിയുടെ ഹദീസ്. എന്താണ് ആ ഹദീസ്? ആ സഹാബി പറയുകയാണ്, വഅലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നമ്മളോട് ഉപദേശിക്കുകയാണ്, വഅദ് നടത്തുകയാണ്. വജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ ഹൃദയം അത് കിടുകിട വിറച്ചു. വദറഫത് മിൻഹൽ ഉയൂൻ, നമ്മുടെ കണ്ണുകൾ ഈറനണഞ്ഞു. ഫഖുൽനാ യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇലതു മുവദ്ദിഇൻ ഫഔസിനാ, അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ, ഇത് വിടവാങ്ങി പോകുന്ന ഒരാളുടെ സംസാരം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് ഫഔസിനാ, താങ്കൾ നമുക്ക് ഒരു വസിയത്ത് നൽകിയാലും. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഊസീകും ബിസ്സംഇ വത്താഅ, നിങ്ങൾ മുസ്ലിം ഭരണാധികാരി നിങ്ങൾക്കുമേൽ വന്നു കഴിഞ്ഞാൽ അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഫഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, അടിമയായ ഹബശിക്കാരനായ ഒരാൾ നിങ്ങൾക്കുമേൽ അടിമയായ ഒരാൾ ഭരണാധികാരിയായി വന്നാലും അവരെ അനുസരിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ശേഷം എന്റെ മരണശേഷം ആരാണോ ജീവിക്കുന്നത്, ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. യാതൊരു സംശയമില്ല, റസൂല് പറഞ്ഞ കാര്യമാണ്. റസൂല് പറഞ്ഞിട്ടുണ്ടോ അത് നടക്കും. ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും. ഇതാണ് രോഗം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന രോഗം ഇതാണ്, അഭിപ്രായ ഭിന്നത എന്നുള്ളത്. റസൂൽ ആ രോഗം മാത്രം പറഞ്ഞു പോയോ? ഇല്ല, അതിനുള്ള മരുന്ന് പറയുകയാണ്. അലൈക്കും ബി സുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എനിക്ക് ശേഷം വന്ന 4 ഖുലഫാഇർ റാഷിദീങ്ങളുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളു അലൈഹ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക. എന്താണ് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാലുള്ള ഉപകാരം? അത് പെട്ടെന്ന് വിട്ടുപോവുകയില്ല. അങ്ങനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ നേർമാർഗത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ഈ ദീൻ അത് സലഫുകൾ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ പഠിക്കുക. ഇൻഷാ അള്ളാഹ് നമ്മൾ ഹിദായത്തിലാകും, നമ്മൾ മനുഷ്യനായി മാറും. യാതൊരു സംശയവുമില്ല അതിൽ, അല്ലേ? നമുക്കിപ്പോൾ പല സ്രോതസ്സുകളുമുണ്ട്, നമുക്ക് എല്ലാം എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ നടക്കുന്ന ഈ ഒരു മജ്ലിസിൽ, അറിവിന്റെ മജ്ലിസിൽ, അതിൽ പങ്കെടുക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുക. എന്ത് വലിയ തിരക്കുകൾ ഉണ്ടായാലും ഈ ഒരു സമയത്തേക്ക് അത് മാറ്റിവെക്കേണ്ടതുണ്ട്. ആ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുക. നമ്മുടെ മക്കൾക്ക് പറ്റുന്ന അപകടങ്ങൾ പോലെ, നമ്മുടെ മക്കൾക്ക് ഒരു അപകടം പറ്റിയാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏത് വലിയ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കും. അതിനേക്കാൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനാണ്, നമ്മുടെ നിർബന്ധമായ അറിവ് പഠിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ നിന്നും തീരുമാനമെടുക്കുക, അള്ളാഹുവിന്റെ ദീൻ അത് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നുള്ളത്. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള മജ്ലിസുകളാണ് നമുക്ക് ആവശ്യം. അല്ലാതെ പാവപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന എത്രയോ മജ്ലിസുകളുണ്ട്. എന്താണ് അവിടെ പോയാലുള്ള അവസ്ഥ? ഖാല അല്ലാഹ് ഖാല റസൂൽ എന്ന് കേൾക്കാൻ തന്നെ സാധിക്കുകയില്ല. ഇന്ന ഔലിയ പറഞ്ഞു, ഇന്ന ഫുലാൻ പറഞ്ഞു എന്നതല്ലാതെ ഖാല അല്ലാഹ് ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സ്വഹാബ എന്നുള്ള വാക്കുകൾ അവിടെ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്,
എന്താണ് അള്ളാഹുവിന്റെ ദീൻ എന്നുള്ളത്? ഖാല അല്ലാഹു വഖാല റസൂൽ വഖാല സ്വഹാബ ഹും ഉലുൽ ഇർഫാനി. അദ്ദേഹം പറഞ്ഞ വാക്കാണത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നൂനിയയിൽ വലിയൊരു കവിതയാണ്. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ ദീൻ എന്നുള്ളത് ഖാല അല്ലാഹ്, അള്ളാഹു എന്ത് പറഞ്ഞു, വഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു, വഖാല സ്വഹാബ, സ്വഹാബിമാർ എന്ത് പറഞ്ഞു, ഹും ഉലുൽ ഇർഫാനി, അവരാണ് ബുദ്ധിയുള്ള ആളുകൾ. ആരൊക്കെ പ്രാചീനക്കാരെന്നും പഴമക്കാരെന്ന് പറഞ്ഞാലും ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ അത് അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബിമാരുമാണ്. യഥാർത്ഥ ബുദ്ധിമാൻ എന്നുള്ളത് അവൻ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവനായിരിക്കും. എല്ലാ ആളുകളും, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് ആളുകളായിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന കാര്യമാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ മരിക്കുമെന്നുള്ളത്. ജീവിച്ചിട്ടുണ്ട് എങ്കിൽ മരിക്കും എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ അഭിപ്രായമുള്ള കാര്യമാണ്. അതിൽ അഭിപ്രായ ഭിന്നതയില്ല. എങ്കിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന, അതുപോലെ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. ഏതുപോലെ? നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ജീവിച്ചതുപോലെ. ആർക്കാണ് ഓർമ്മയുള്ളത് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന്? നമുക്കത് ഓർമ്മയില്ലാത്തത് കൊണ്ട് അതിനെ നിഷേധിച്ചാൽ എന്തായിരിക്കും? ആ നിഷേധിക്കുന്നവനെ നമ്മൾ വിളിക്കുക ഭ്രാന്തനെന്ന് വിളിക്കും. അല്ലെങ്കിൽ അവന്റെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കും. നമ്മൾ അവിടെ ജീവിച്ചത് ഓർമ്മയില്ല എന്നതുകൊണ്ട് അതിനെ നിഷേധിച്ചാൽ ആളുകൾ പറയുക നിനക്ക് ഭ്രാന്താണ് എന്നാണ്. അതുപോലെയാണ് ആഖിറത്തിലെ ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളുടെ അവസ്ഥ. സഹോദരങ്ങളെ, പിന്നെ എവിടെയാണ് നീതി? എത്രയോ ആളുകൾ ഇവിടെ നീതി കിട്ടാതെ മരിച്ചുപോയ ആളുകളുണ്ട്. അതിനൊരു നീതി വേണ്ടേ? എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്, അതിന് പ്രതിഫലം വേണ്ടേ? അള്ളാഹു നൽകും, വല്ലാഹി അള്ളാഹു നൽകും. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, തീർച്ചയായും മുഹ്സിനീങ്ങളുടെ പ്രവൃത്തി അത് നമ്മൾ പായാക്കുകയില്ല. അവർക്കുള്ള പ്രതിഫലം അത് നമ്മൾ പായാക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ നമുക്ക് അള്ളാഹുവിന്റെ മീസാനിൽ ഏറ്റവും വലിയ കനം തൂകുന്ന ഒരു അമലാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. അത് മാത്രമാണ്. ആ വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അത് എളുപ്പമാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം, അല്ലെങ്കിൽ അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുകളുമുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നും ഉള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തം അള്ളാഹുവിന്റെ നാളെ അമലുകൾക്കുള്ള പ്രതിഫലം നൽകുമ്പോൾ ഏറ്റവും വലിയൊരു അമലായി ഇത് മാറുമാറാകട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മജ്‌ലിസുകൾ ആഴ്ചയിൽ എന്നതുപോലെ ആഴ്ചയിൽ 2 ദിവസമാക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക. കാരണം അള്ളാഹുവിന്റെ ഈ ദീൻ അത് പഠിക്കുക എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർബന്ധ ബാധ്യതയാണ്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ഇതുപോലെ അവന്റെ സ്വർഗ്ഗ പൂന്തോപ്പിൽ ഒരുമിപ്പിച്ച് കൂട്ടട്ടെ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.